ഈ തന്നിരിക്കുന്ന ചോദ്യവും NMMS പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. മെന്റൽ എബിലിറ്റി ടെസ്റ്റിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ ഓരോ ദിവസമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ വീഡിയോസ് ഒന്നും കാണാത്തവർ കാണാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ NMMS പരീക്ഷയ്ക്ക് ജയിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാ ദിവസവും 5:30 വന്നാൽ മതി, വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ B ഉണ്ട്, ഇവിടെ ഒരു D ഉണ്ട്, ഇതിൻ്റെ ഇടയിൽ ഒരു സംഖ്യയാണ് കൊടുത്തത്. അതാണെങ്കിൽ ഇവിടെ D ഉണ്ട്, ഇവിടെ F ഉണ്ട്, ഇതിൻ്റെ ഇടയിൽ ഒരു സംഖ്യയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ B എഴുതിയിട്ടുണ്ട്, ഇവിടെ E എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ സംഖ്യ, അതാണ് ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടുത്തെ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പരീക്ഷ ചോദിച്ച ക്വസ്റ്റ്യനും കൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെയാണ് ഈ ഉത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കി ഒരു ചോദ്യം പഠിച്ചാൽ പിന്നെ ഇതേപോലത്തെ ഏത് ചോദ്യം വന്നാൽ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരും, ഈ ഒരു ചോദ്യം ചെയ്തതുകൊണ്ട്. അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി എങ്ങനെയാണ് ഈ 6 വന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ B എന്ന അക്ഷരം നിങ്ങൾ ആലോചിക്കുക, ABCDEF അങ്ങനെയാണല്ലോ നമ്മുടെ അക്ഷരങ്ങൾ പോകുന്നത്. എക്ക് 1 കൊടുത്താൽ B എത്രയായിരിക്കും? 2, C 3 ആയിരിക്കും, D 4 ആയിരിക്കും, E 5 ആയിരിക്കും, F 6 ആയിരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണ് ബിയുടെ നമ്പർ എത്ര? 2. അങ്ങനെ D എത്ര? 4. ആ 2ഉം ഈ 4ഉം കൂടെ കൂട്ടുന്നതാണ് ഈ 6. കണ്ടോ ഉത്തരം കിട്ടുന്നത് കണ്ടോ? അടുത്ത D എന്ന് പറഞ്ഞാൽ എത്രയാണ്? D എന്ന അക്ഷരം 4 ആണ്. D എത്രയാണ്? 4. F എത്രയാണ്? 6. ആ 6ഉം 4ഉം കൂടെ കൂട്ടുന്നതിൽ ഈ 10. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടെ എന്ത് വരും നിങ്ങൾ പറ? ഇതാണ്ട് ബിയുടെ അവിടെ 2 കൊടുക്കുക, ഇയുടെ അവിടെ 5 കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടുത്തെ ആൻസർ എന്തുവാ? ഈ 2ഉം ഈ 5 കൂടെ കൂട്ടി ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തുവാ? 7 ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 7. അപ്പം മനസ്സിലായല്ലോ. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങളും മനസ്സിലാക്കുക. അക്ഷരങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ നമ്പേഴ്സ് ഒന്ന് എഴുതി ചെയ്തു നോക്കുന്നത് എപ്പോഴും ഗുണകരമാണ്. എപ്പോഴും ഇങ്ങനെ വരണമെന്നില്ല, എപ്പോഴും ഈ ഒരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒന്ന് ചെയ്യുന്ന കാര്യം ഒന്ന് ഓർക്കണം എന്ന് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. നമ്പേഴ്സ് അക്ഷരങ്ങളാണ് കൊടുത്തെങ്കിൽ അതിൻ്റെ നമ്പേഴ്സ് ഒന്ന് കൂട്ടുന്നതോ കുറയ്ക്കുന്നതോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി ചെയ്തു നോക്കാവുന്നതാണ് കേട്ടോ. ഒരു ബോക്സ് വരയ്ക്കുക, പുതിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ ഐഡിയ ഉള്ളൂ, അത് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വെച്ചിരുന്നാൽ മതി. തൊട്ട് മുന്നേ നമ്മളൊരു ചോദ്യം ചെയ്തിരുന്നു, NMMS പരീക്ഷ ചോദിച്ചു. അത് കണക്കുള്ള മറ്റൊരു ചോദ്യമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എങ്ങനെ ചെയ്യും നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് എൻ്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചു നോക്കാം. 7 തൊട്ട് താഴെ പക്ഷേ 2 എഴുതിയിരിക്കുന്നത്. 7 നമ്പർ എത്ര നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞു? ABCDEF എന്ന് എഴുതുമ്പോൾ A 1ഉം B 2ഉം C 3ഉം D എത്ര? 4ഉം E 5ഉം F 6ഉം ആണല്ലോ വരുന്നത്. പക്ഷെ ഇവിടെ എക്ക് തൊട്ട് താഴെ 2 എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റിലേഷൻ ആണോ? ബിക്ക് തൊട്ട് താഴെ 5 എഴുതിയിരിക്കുന്നത്. നോക്കി വല്ല റിലേഷനും ഉണ്ടോ? സിക്ക് തൊട്ട് താഴെ 10 എഴുതി. അപ്പോൾ ആ റിലേഷൻ അല്ല എഴുതിയേക്കുന്നതെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇവിടെ ഈ നമ്പേഴ്സ് തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ 2 എന്ന് പറഞ്ഞ സംഖ്യ എപ്പോഴാണ് 5 ആകുന്നത്? 2 എപ്പോഴാണ് ഈ 5? 2 എങ്ങനെ 5 ആകും എന്ന് ആലോചിച്ച് നോക്കുകയാണ്. 3 കൂട്ടുമ്പോഴാണ് 5 ആകുന്നത്. മനസ്സിലായല്ലോ. അതാണെങ്കിൽ ഈ 5 എങ്ങനെയാണ് 10 ആകുന്നത്? എത്ര കൂട്ടുമ്പോഴാണ്? 5 കൂട്ടുമ്പോൾ. കണ്ടോ ഇവിടെ ഒരു റിലേഷൻ ഉണ്ട്. ഇവിടെ 3 പിന്നെ എത്ര ആകുന്നു? 5. അടുത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. ഈ 3, 5 അടുത്ത് എന്തുമായിരിക്കും കൂട്ടേണ്ട? 7 ആയിരിക്കും കൂട്ടേണ്ട. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തുമായിരിക്കും കൂട്ടേണ്ട? 9 ആയിരിക്കും. എന്നാലേ ഇത് വരൂ. അപ്പം ഈ ഒരു റിലേഷൻ ആണെങ്കിൽ ഈ സംഖ്യ വരെ കറക്റ്റായിട്ട് വരണം, എന്നാലേ ഇവിടെ എഴുതുന്നത് ശരിയാവും. അത് നിങ്ങൾ ഓർത്തോണേ. അങ്ങനെയാണ് ഇവിടെ 10 എഴുതി കഴിഞ്ഞാൽ 10നോട് എത്ര കൂട്ടണം? 7 കൂട്ടുമ്പോൾ 17 ആണ് വരുന്നത്. ഇപ്പോഴും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല 17 ആണ് ശരിയെന്ന് ഉറപ്പിക്കാൻ ഒരിക്കലും കഴിയത്തില്ല. അടുത്ത സ്റ്റെപ്പ് കൂടെ കൂട്ടണം. 17നോട് 9 കൂട്ടി 26 വരൂലേ? അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്തുവാണ്? 17നോട് 9 കൂട്ടി 26 വരും. അപ്പോൾ നമ്മുടെ ഇവിടെ എഴുതേണ്ട ഉത്തരം ഏത് തന്നെയാണ്? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 17 ആണ്. എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് റിലേഷൻ? 2, 5, 10, 17, 26 എന്ന് പറഞ്ഞാൽ 2നോട് 3 കൂട്ടുമ്പോൾ 5, 5നോട് 5 കൂട്ടുമ്പോൾ 10, 10നോട് 7 കൂട്ടുമ്പോൾ 17, 17നോട് 9 കൂട്ടുമ്പോൾ 26 എന്ന് പറഞ്ഞാൽ താഴെയാണ് ആ റിലേഷൻ വന്നേക്കുന്നത്. ഞാൻ എന്താ ഇവിടെ എഴുതിയേക്കുന്നതാണ് റിലേഷൻ എന്ന് പറയുന്നത്. ഈ കൂട്ടുന്നതാണ് റിലേഷൻ എന്ന് പറഞ്ഞാൽ 3, 5, 7, 9 എന്നുള്ള രീതിയിലാണ് കൂട്ടി പോകുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ്? 17 ആണ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാ ദിവസവും 5:30 നമ്മുടെ വീഡിയോസ് വരുന്നത്. പഴയ വീഡിയോസ് ഒന്നും കാണാത്തവർ ഡിസ്ക്രിപ്ഷനിലോട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് കയറി നോക്കി എല്ലാ വീഡിയോസും കാണുക. 10, 25, 30 വീഡിയോസോളം നമ്മൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ദിവസവും വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ കാണാത്തവർ കാണുക, പഠിക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ ഓളാക്കി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.